മധുര, ശിവകാശി, വിരുദനഗർ. എങ്ങോട്ടാണോ? ആ വലത്തോട്ടെടുക്ക്. എന്താണോ ഒരു വെപ്രാളം? ബന്ധം കാര്യം പറ. കൊഞ്ചം കിഞ്ചും ഒന്നും കിടയാത്. കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട്. ആമയല്ല പാമ്പ്. ஆனா நாம போக வேண்டிய இடம் சிவகாசி இல்ல சார். വണ്ടി എടുത്ത്. സത്യം പറടാ, എവിടേക്കാണ് ഇതിലോട്? எனக்கு தெரியாது சார். நிஜமா எனக்கு தெரியாது சார். நான் வெறும் ஏஜென்ட் சார். இந்த வண்டியில இருக்கிற லோடு எங்க போய் சேரும், யாருகிட்ட சேரும், எனக்கு ஒண்ணுமே தெரியாது சார். പിന്നെ റൂട്ട് ശരിയല്ലെന്ന് നീ പറഞ്ഞതോ? அது உண்மை சார். ஆண்டலூர் வரைக்கும் தான் எனக்கு டியூட்டி சார். ആണ്ടല്ലൂരോ? ഏത് കോത്താഴത്തിലാണ്? சென்னை ரூட் சார். ചെന്നൈ റൂട്ടിൽ എവിടെ? கோயம்புத்தூர்ல இருந்து லெஃப்ட், செந்தாப்பூர்ல இருந்து லெஃப்ட். അവിടെ എന്താടാ ബിസിനസ്? லாரி சாவிய அங்க விநாயகர் சில பக்கம் வைக்கணும். அங்க என் பணம் கரெக்டா வரும். பணத்தை எடுக்கணும், ஜீப்ல ஏறணும், இடத்த காலி பண்ணணும். அவ்வளவுதான் சார். அங்க இருந்து இந்த லோடு யார் எடுத்துட்டு போகும்? தெரியாதுங்க சார். திரும்பி பார்க்காமலே போயிடணும். அதான் ஐயாவோட ஆர்டர். ஒருவேளை திரும்பி பார்த்தேன்னு வச்சுக்க, அவ்வளவுதான் சார். இதை விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார். நான் புள்ள குட்டிக்காரன் சார். உயிர் மேல ஆசை இருக்காதா சார்? ആരടാവൻ? എന്താളുടെ പേര്? ராஜமாணிக்கம். രാജമാണിക്കോ? രാജമാണി தெரியாதுங்க சார். இந்த பிசினஸ் ஆரம்பிக்கும் போது முதல்ல ஒரே ஒரு வாட்டி தான் சார் நான் பாத்திருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். എത്രയാടാ അവന്റെ നമ്പർ? 9843059696. പരിചയം തോന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതൊരു പക്ഷേ രാജമാണിക്യത്തിന് റോങ് സിഗ്നൽ ആയാലോ? റിവേഴ്സ് സെന്റർ സ്ട്രേറ്റ് വേണ്ടല്ലോ. ഹലോ ഹലോ. ஆண்டவா, நீதாப்பா காப்பாத்தணும். வண்டி எடு. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ജോസഫേ. എങ്ങടാ? Stop it. Good. 10 o'clock. 10 മണി. 7:30 ഇവിടെ എത്തേണ്ടവൻ ബഷീർ. 10 o'clock. 10 മണി. എവിടെ? നോ കമ്മ്യൂണിക്കേഷൻ. മീനാക്ഷി പുറത്ത് നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു. ഇന്നലെ ഓൺ ദ വേ. പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചാ കിട്ടുന്നുമില്ല. Where is he? Missing. Gone with the wind. കാറ്റ് കൊണ്ടുപോയി. ലോറി മൊത്തം. A truckload of iron and Bashir. All gone. എന്ത് കാറ്റ്? എങ്ങോട്ട് പോയി?
നോ 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 നോ. എങ്ങോട്ട് പോയെന്ന് അറിയണമെങ്കിൽ കാറ്റ് എവിടുന്ന് വന്നു എന്നറിയണം. യെസ്, ബഷീറിന്റെ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. പിടികിട്ടുന്നില്ല അല്ലേ? Rewind, rewind, rewind the incidents, man. ഇവിടെയും എവറിത്തിങ്സ് ഓക്കെ ആസ് യൂഷ്വൽ. നാഗപ്പ ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പിൽ കയറി പോന്നു. സോ ഫാർ സോ ഗുഡ്. ഓക്കെ? യെസ് സർ. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. റീവൈൻഡ് അഗൈൻ. നാഗപ്പ ചെട്ടിയാർ മീനാക്ഷിപുരത്തുനിന്ന് പിന്നോട്ട് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റീവൈൻഡ്. ചെട്ടിയാർ പുറപ്പെടുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചിരുന്നല്ലോ. സോ വാട്ട്? ബ്ലഡി യൂസ്ലെസ്. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. ഓൺ ദ വേ വൺ മാനിപ്പുലേഷൻ. എന്താ അങ്ങനെ നടന്നൂടെ? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്. Get me Panikya, sir. Quick. Come. ബാപ്പ വരും മോളെ. ലൈല, be quick. നമ്മൾ എങ്ങോട്ടാണ്? സാറിന്റെ തിടുക്കവും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. വരൂ. സത്യം പറയണം, മുഹമ്മദ് എവിടെ? ഒക്കെ പറയാം. Come on. Blistering barnacles. Useless blinker. ശമ്പളം വാങ്ങി ഞൊട്ടി തിന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ടറൽ. സാർ ആരെ പറ്റി പറയുന്നു? എന്നെ തന്നെയാണോ? ആ പൗലോസ് അച്ഛന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു. ഷെട്ടിയെ ഭാര്യയും കൊച്ചിനെയും പുന്നരിക്കാൻ ആളിനെ വിട്ടു ആദ്യം. അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. അത് നന്നായില്ലേ സാർ? അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് താഹിർ സാഹിബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതിനല്ലേ കഴിഞ്ഞുള്ളൂ. ഷെട്ടി രക്ഷപ്പെട്ടില്ലേ? എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ. റാസ്കൽ. ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡ്ഢികൾ. എന്താടോ കണ്ണും ഒന്നും കാണില്ലേ? സോറി സാർ, ജയിലറുടെ മെസ്സേജ് ഉണ്ട്. ചക്രമണി അവിടെ തന്നെ ഉണ്ടെന്ന്. നോ നെവർ. ആ ഇഡിയറ്റ് ലൈനിലുണ്ടോ?
ജയിലർ വേണമെങ്കിൽ കണക്ട് ചെയ്യാം സാർ. വേണ്ട വേണ്ട. സർ, ചക്രപാണി ജയിലിലുണ്ടെന്ന് ജയിലർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനു സംശയിക്കണം സർ? സാർ, ആ പൗലോസ് ഒച്ചനെ പോലെ ഒരു നിസാറിനെ കൊല്ലാൻ എന്തിനാണ് ചക്രപാണി? സാർ, ആ കൊല നടത്തിയത് ചക്രപാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ. പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കേ. മൂർച്ചയേറിയ നീളമുള്ള ആയുധം കൊണ്ട് കഴുത്തു മുതൽ നെഞ്ചിലൂടെ ലങ്സും ലിവറും ഡയഫ്രോം കട്ട് ചെയ്ത് വിസറയിലെത്തി നിൽക്കുന്ന ആഴമേറിയ മുറിവ്. ക്ലോസ് ഇറ്റ് ആൻഡ് റീഡ് ദിസ്. സാർ, ഇതാ റോയി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലേ? യാ. കോസ് ഓഫ് ഡെത്ത്, മരണകാരണം വായിക്കേ. നായ്ക്കളോ അതുപോലുള്ള മൃഗങ്ങളോ ഏൽപ്പിച്ച ആഴമേറിയ മുറിവ്, അതേ തുടർന്നുണ്ടായ ബ്ലീഡിംഗ്. എനിത്തിങ് മോർ? നത്തിങ് സർ. ഡോഗ് ബൈറ്റ്. ഇറ്റ്സ് എ ക്ലോസ് ഫയൽ. റീഓപ്പൺ ഇറ്റ്. ടേക്ക് പേജ് നമ്പർ 7. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലും നിസ്സാരമായി തള്ളിയ പേജ് നമ്പർ 7 വായിക്കേ. മരണകാരണമല്ലെങ്കിലും കഴുത്തിൽ നിന്ന് ലങ്സിനെയും ലിവറിനെയും ടച്ച് ചെയ്ത് വിസറ വഴി കടന്നു പോകുന്ന മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. മൂർച്ചയേറിയ ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. സീ ദ സിമിലാരിറ്റീസ്. പൗലോസ് അച്ഛന്റെയും റോയ് അലക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മീൻസ് 2 കൊലപാതകങ്ങളുടെയും പിന്നിൽ മേർഡർ മോഡസ് ഓപ്പറാൻഡി റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കൊലയാളി ഉണ്ടായിരുന്നു. Am I right? യെസ് സാർ. ചില കുറ്റവാളികൾ അങ്ങനെയാണ്. അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും. റോയ് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടും ആ ശവശരീരത്തിൽ പോലും ചക്രപാണി വെട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ക്രിമിനൽ ഷീസോഫ്രീനിയ. അതിവനുണ്ട് ചക്രപാണിക്ക്. ചക്രപാണി തന്നെയാണ് റോയി അലക്സിനെ കൊന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ സാർ? അത് ഉറപ്പല്ലടോ സ്വാമി. അവന്റെ നാടക വാനിനെ റോയ് പിന്തുടരുന്നത് ശിവറാം കണ്ടല്ലോ. ഇതൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ആണോ സാർ? എടോ പരമ, ഇത് കോടതിയല്ല. ഇറ്റ്സ് ഓൺലി ആൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ. ഇവിടെ ഇല്യൂഷൻസും ഇൻറ്റ്യൂഷൻസും ഇമോഷൻസും ഒക്കെ വാല്യൂബിൾ ആണ്. ഊഹാപോഹങ്ങൾക്ക് അതിന്റേതായ പ്രസക്തിയുണ്ടെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ. Then take the list. ഏത് ലിസ്റ്റ്? ഷെട്ടിയുടെ ഔട്ട് ഗോയിങ് ടെലിഫോൺ കോൾസിന്റെ ലിസ്റ്റ്. എന്താ ട്രേസ് ഔട്ട് ചെയ്തില്ലേ? യെസ് സാർ. സർ, എല്ലാ നമ്പറുകളും ട്രേസ് ഔട്ട് ചെയ്തു എക്സെപ്റ്റ് 1 നമ്പർ, 356525. എന്തുകൊണ്ട് അത് ട്രേസ് ഔട്ട് ചെയ്തില്ല? അല്ല, ഇതൊരു അൺലിസ്റ്റഡ് നമ്പറാണ് സർ. ടെലിഫോൺ ഡയറക്ടറിയിലില്ല. സാർ, കോർട്ട് ഓർഡർ ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്ത് പറയത്തില്ല. 356525 unlisted. Come on, let's make it enlisted. സാർ, എങ്ങനെ? ഇമ്മീഡിയറ്റ് കോർട്ട് ഓർഡർ ഉണ്ടാക്കും അല്ലേ സാർ? എടോ സ്വാമി, വെറുതെ തലച്ചോറ് വൃത്തികേടാക്കല്ലേ. നമ്പർ നമുക്കറിയില്ലേ? ജസ്റ്റ് ഡയൽ ദ നമ്പർ ആൻഡ് ഫൈൻഡ് ഔട്ട്. ദാറ്റ്സ് ഓൾ. യെസ് സാർ. ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ? നീ ഇത് എവിടെ നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്തെ മുങ്ങലല്ലേ മുങ്ങിയത്? നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണി